ഹരേ കൃഷ്ണ. ഗൗരാംഗി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ. കൃഷ്ണബന്ധുക്കളെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, വിനായക ചതുർത്ഥി വരികയാണ്. എല്ലാവരും ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ ഗായത്രി മന്ത്രം, ഗണപതി ഗായത്രി മന്ത്രം ചൊല്ലി അന്നത്തെ ദിവസം എത്രത്തോളം ആവാമോ അത്രത്തോളം ജപിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുക. കറുകമാല ചാർത്തുക. അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവർക്ക് കറുകമാല ചാർത്താം. കറുക കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഭഗവാന് അർച്ചന ചെയ്യാം. കറുക, മുക്കുറ്റി എല്ലാം ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം അർച്ചന ചെയ്യുക. അത് മോദകം ഒക്കെ ഉണ്ടാക്കി ഭഗവാന് നേദ്യം സമർപ്പിക്കുക. അതുപോലെ അമ്പലങ്ങളിൽ പോകാൻ കഴിയുന്നവർക്ക് ഗണപതി ഹോമം കൊടുക്കാം. അതുപോലെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന് നൽകിക്കഴിഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാണ് ഭഗവാൻ ഇതൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക. അന്നത്തെ ദിവസം ഓം ഗം ഗണപതയെ നമ, അതുപോലെ വിഘ്നേശ്വരൻ്റെ ആ ഗായത്രി മന്ത്രം ജപിച്ച് എത്ര പ്രാവശ്യം ജപിക്കാമോ മാലയിൽ അത്രയും പ്രാവശ്യം ജപിച്ച് ഭഗവാന്റെ പ്രീതി നേടാനായിട്ട് എല്ലാവരും ഓർക്കുക. ഇനി ഒരു കഥയിലേക്ക് പോകാം. ഭഗവാനിൽ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവരുടെ കൂടെ അത്രത്തോളം സന്തോഷത്തോടുകൂടി സദാ തുണയായിട്ടുണ്ടാകും. അതുപോലെ ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഉള്ളതുപോലെയാണ്. എല്ലാ സന്തോഷങ്ങളും എല്ലാ സംരക്ഷണവും അവർക്കുണ്ടാകും. എന്നാൽ ഭഗവാൻ ഇല്ലാതെ ആ ഭഗവത് പ്രീതി നേടാൻ സാധിക്കാതെ എന്ത് മുജന്മ പുണ്യം കൊണ്ടാണെങ്കിൽ പോലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ, അവയൊന്നും അവസാനിക്കുന്നത് സന്തോഷത്തിലായിരിക്കില്ല. എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഒടുവിൽ നമ്മൾക്ക് അത്രയേറെ ദുഃഖവും വന്നു ചേരും. അപ്പോൾ ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ ഏത് ദുഃഖത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താനും നമുക്ക് സംരക്ഷണം നൽകാനും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന, അത്രയും ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ഈ കഥ. മഹാഭാരതത്തിലെ അശ്വമേധിക പർവ്വത്തിൽ നിന്നുമുള്ളതാണ്. ഇത് അർജുനന് നാരദ മഹർഷി ഉപദേശിക്കുന്നതായിട്ടാണ്, പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയായിട്ടാണ് പറയപ്പെടുന്നത്. പണ്ട് സുധാർമിക എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രജകളെയും രാജ്യത്തിനെയും അത്രയേറെ സ്നേഹിച്ച് അത്രയേറെ നന്മയോടുകൂടി രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ടാകുന്നത്. അപ്പോൾ ഒരു മകൻ പിറന്നു കഴിഞ്ഞപ്പോൾ അത്രയേറെ സന്തോഷത്തോടുകൂടി അത്ര ആഘോഷത്തോടു കൂടിയിട്ട് അങ്ങനെ രാജ്യമൂടെ ആകമാനം അത് ആ സന്തോഷം അങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ല, അത്രയും ധീരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നത് കൊണ്ട് തന്നെ ഈ സന്തോഷവേളയിലാണ് അദ്ദേഹത്തിനെ എല്ലാം മറന്നിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ശത്രുക്കൾ ആക്രമിക്കുകയാണ്. അപ്പോൾ പരമാവധി അദ്ദേഹത്തിന് കഴിയുന്നത് പോലെ എല്ലാം തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന ആ ആക്രമണത്തിനെ പൊരുതി നേരിടുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പടയാളികളുമെല്ലാം ഒരുപാട് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ രക്ഷപ്പെടില്ല, എല്ലാ തരത്തിലും രാജ്യം വളഞ്ഞിരിക്കുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ രാജ്ഞി അവിടെ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കാനായിട്ട് നിന്ന ആയയുടെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ആ രാജ്ഞിയും അവിടെ നിന്ന് പോവാണ്. പക്ഷേ രാജ്ഞിയും കൊല്ലപ്പെടുകയാണ് ആ ശത്രുക്കളുടെ കൈകൊണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് കരുതിയിട്ട് ആ കൊച്ചി വേഷമൊക്കെ മാറി ആ രാജകീയമായിട്ടുള്ള അവിടുത്തെ കൊട്ടാരത്തിലുള്ള ഒരു ജോലിക്കാരിയുടെ ഭാവമെല്ലാം മാറി ഒരു സാധാരണക്കാരിയുടെ രീതിയിലേക്ക് വേഷം മാറി ഈ കുഞ്ഞിൻ്റെ വേഷവിധാനങ്ങളെല്ലാം മാറ്റി അവനെ തിരിച്ചറിയാത്ത വിധത്തിലാക്കി അവിടുത്തെ ഒരു പാത്രത്തിനകത്താക്കിയിട്ട് ഇവരവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കയ്യിൽ എന്താന്ന് ചോദിക്കുന്നവരോടെല്ലാം ഇത് പഴയ പാത്രങ്ങളാണ് ചിലതെന്ന് പറഞ്ഞ് അങ്ങനെ ആ കുട്ടിയെ അവിടെ നിന്ന് അവർ രക്ഷപ്പെടുത്തുകയാണ്.
അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് എല്ലാവരുടെയും കൈകളിൽ നിന്നും സുരക്ഷിതമായിട്ട് അവരവിടെ നിന്ന് ഓടിപ്പോയി ഒരുപാട് ദൂരെ കുന്തൽപൂർ എന്ന് പറയുന്ന രാജ്യത്തെത്തും. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുത്തെ മന്ത്രിയുടെ കൊട്ടാരത്തിൽ ദൃഷ്ടബുദ്ധി എന്ന് പറയുന്ന അവിടുത്തെ ആ രാജാവിൻ്റെ മന്ത്രിയുടെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അപേക്ഷിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനറിയാം, എനിക്ക് ജോലികളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അറിയാം, അപ്പോൾ ഒരു കുറവുകളും വരാതെ ഞാനിവിടെ എല്ലാ പണികളും ചെയ്തോളാം, എനിക്കും എൻ്റെ മകനും ഇവിടെ ജീവിക്കാനായിട്ടുള്ള ഇത് തരണം എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൃഷ്ടബുദ്ധിയുടെ ആ മന്ത്രിയുടെ ആ മാളികയിൽ ജോലി കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് 3 വർഷത്തോളം അവന് 3 വയസ്സ് വരെ സുഖമായിട്ട് അവനെ എല്ലാ അർത്ഥത്തിലും ഭംഗിയായിട്ട് അവർ വളർത്തും. ഈ വളർത്തുന്ന സമയത്തെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാന്റെ വിഷ്ണു നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ അവർക്കറിയുന്നതെല്ലാം അവന് പറഞ്ഞു കൊടുത്താണ് അവർ വളർത്തുന്നത്. പക്ഷേ അവന് 3 വയസ്സായപ്പോൾ നിർഭാഗ്യവശാൽ അവർ മരിച്ചു പോവാണ്. അപ്പോൾ ആ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അറിയുന്നത് ഇത് ആ ആയയുടെ മകനായിട്ടാണ് അവരൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഇവർ മരിച്ചു കഴിയുമ്പോൾ ഈ കുട്ടിയെ ഇവർ അത്രയും മനസ്സിന് ഒരു ക്രൂരമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയായിരുന്നു ഈ ദൃഷ്ടബുദ്ധി. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണശേഷം ആ കുഞ്ഞിനെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചുകുട്ടിക്ക് എന്തറിയാനാണ്? ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ അവൻ തിരിച്ചറിവില്ലാതെ ആ വഴിയോരങ്ങളിലെല്ലാം നടക്കുകയാണ്. അപ്പോൾ ഇവനെ കണ്ടാൽ അത്രയേറെ ഓമനത്വം തോന്നുന്ന, ആർക്കും കണ്ടാൽ കൊതി തോന്നുന്ന അത്ര സുന്ദരനായിട്ടുള്ള ഒരു ലാളിത്യം തോന്നുന്ന ഒരു കുഞ്ഞ്. അപ്പോൾ ആരിവനെ കാണുമ്പോഴും വീടിന് മുമ്പിലൂടെയൊക്കെ ഇവൻ പോകുമ്പോൾ ഓരോരുത്തർ ചില ദിവസം ഇവനിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കണ കാണുമ്പോൾ ചിലർ അവനെ എടുത്ത് അന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് വിടും. ചിലർ അവന് വിശന്ന് കരയുമ്പോൾ ഭക്ഷണം നൽകി അവനെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഓരോരുത്തരും അവനെ കാണുന്നവരെല്ലാം എടുത്ത് ഓമനിച്ച് അവനെ എന്ത് ചെയ്യാണ്. പക്ഷെ എന്നാലും അവൻ ഈ വഴിയോരങ്ങളിലെല്ലാം നടക്കുകയാണ്. പക്ഷെ ഈ പോകുന്ന യാത്രയിലെല്ലാം ഈ കുഞ്ഞ് ഇപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നിനക്ക് ഭയം തോന്നുന്നോ അപ്പോഴൊക്കെ ഭഗവാന്റെ നാമം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവൻ അങ്ങനെ എപ്പോഴും അറിയാതെ തനിയെ നാവിൽ ആ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാരദ മഹർഷി ഈ കുഞ്ഞിനെ കണ്ട് ഇവന് അവൻ്റെ മുന്നിൽ സദാ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ മുന്നിൽ വരാനായിട്ട് തീരുമാനിച്ചു എന്നാണ് ഈ കഥയിൽ പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സന്യാസി വേഷത്തിൽ ഈ കുഞ്ഞിൻ്റെ മുന്നിൽ നാരദ മഹർഷി വരികയാണ്. എന്നിട്ട് പറയും, അവൻ്റെ കയ്യിൽ ഒരു കൊച്ചു സാളഗ്രാമം കൊടുത്തിട്ട് പറയും, ഇത് എപ്പോൾ നിനക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുവോ അപ്പോഴൊക്കെ നീ ഇതിന് വെള്ളം കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് വേണം നീ ആ വെള്ളം വേണം കുടിക്കാനായിട്ട്. നിനക്ക് എപ്പോൾ നീ ഭക്ഷണം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഇതിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് വേണം നീ ഭക്ഷണം കഴിക്കാനായിട്ട്. നിൻ്റെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി കൂടി അവന് കുറേ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാന്റെ മന്ത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് മുതൽ നാരദ മഹർഷി പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞിന് തോന്നുകയാണ്, ഈ സാളഗ്രാമത്തിനെ കുളിപ്പിക്കണമെങ്കിൽ, ഇതിനെ കഴുകി ശുദ്ധമാക്കണമെങ്കിൽ ഒരു പാത്രം വേണം. അപ്പോൾ കൊച്ചു കുഞ്ഞാണ്, അവനിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇവനെന്ത് ചെയ്യും, ഇവൻ്റെ വായിലോട്ട് ഈ കുഞ്ഞു സാളഗ്രാമമാണ്, അവൻ്റെ കുഞ്ഞു കൈകളിൽ പിടിക്കാൻ പാകത്തിനുള്ള സാളഗ്രാമമാണ് അവൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് അവൻ വായിൽ വെച്ചിട്ട് വെള്ളം അങ്ങനെ ഒഴിക്കും, ആ വെള്ളം അവൻ അങ്ങനെ കുടിക്കും. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചാണ് അവൻ അത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം അവനത് കയ്യിൽ പിടിച്ച്, അപ്പോൾ എല്ലാം അങ്ങനെയാണ് അവൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ സുരക്ഷിതമായിട്ട് ഈ സാളഗ്രാമത്തിനെ കുടിപ്പിക്കുക എന്നുള്ള രീതിയിൽ, സാളഗ്രാമത്തിന് പുറത്ത് ഒഴിക്കുക എന്നുള്ള രീതിയിൽ വായിൽ വെച്ച് കുടിക്കുക. അങ്ങനെ ഒക്കെയാണ് അവൻ്റെ കുഞ്ഞ് ഇന്നസെൻ്റ് ആയിട്ടുള്ള അവൻ്റെ ആ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ അതുപോലെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നടക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം
ഈ കുഞ്ഞ് ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കുന്ന ഭക്ഷണവും വസ്ത്രവും എല്ലാം അണിഞ്ഞ് അങ്ങനെ വളരുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് ഈ ദൃഷ്ടബുദ്ധിക്ക് ഒരു മകനുണ്ട്. ആ മന്ത്രിയായിട്ടുള്ള ദൃഷ്ടബുദ്ധിക്ക് ഒരു മകനുണ്ട്, ഒരു മകളുമുണ്ട്. അപ്പോൾ മകൻ്റെ പേര് മഥൻ, മകളുടെ പേര് വിഷയ എന്നാണ്. ഈ ദൃഷ്ടബുദ്ധിയുടെ മകനായിട്ടുള്ള മഥന് ഈ ബ്രാഹ്മണരോടും അതുപോലെ ഭക്തിയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആകർഷണമാണ്. അപ്പോൾ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ ഇവന് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ആ താല്പര്യപ്രകാരം ദൃഷ്ടബുദ്ധി എപ്പോഴും ഈ മകൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെപ്പോഴും ഈ ഭക്തരായിട്ടുള്ള ആളുകളെ അതുപോലെ ബ്രാഹ്മണരായിട്ടുള്ളവരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്കൊക്കെ ഭക്ഷണം നൽകും. അങ്ങനെ ഒരിക്കൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞും അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അന്ന് അവൻ നല്ല വസ്ത്രങ്ങളൊക്കെ ആരൊക്കെയോ ഇടിയിച്ചു കൊടുത്തിരുന്ന നല്ല വസ്ത്രവും ഒക്കെ ഇട്ടിട്ടാണ് ഈ കുട്ടി അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ശാസ്ത്രമറിയുന്ന, ജ്യോതിഷമറിയുന്ന, ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ, ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെല്ലാം ദൃഷ്ടബുദ്ധിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഈ വിഷയ എന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ കൈ നോക്കിയിട്ട് എന്താണ് അവളുടെ ഭാവി എന്ന് പറയാനായിട്ട് ഈ ദൃഷ്ടബുദ്ധി ആവശ്യപ്പെടുകയാണ്. ആരായിരിക്കും ഇവക്ക് വരാനായിട്ട് പോകുന്നത്, ആരാണ് എൻ്റെ ഈ സൗഭാഗ്യങ്ങളെല്ലാം നിലനിർത്തി പോകാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലെന്ന് പറഞ്ഞ് അവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ഒരു ആചാര്യൻ, അദ്ദേഹം ഈ കുട്ടിയുടെ കൈ നോക്കിയിട്ട് പെട്ടെന്ന് അദ്ദേഹം ചുറ്റുമൊന്ന് നോക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ മുഖത്തേക്കും കയ്യിലേക്കും നോക്കിയിട്ട് അവിടെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചിനെ നോക്കിയിട്ട് പറയും, ഇവനാണ് ഇവളുടെ വരനായിട്ട് വരാൻ പോകുന്നത് എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ദൃഷ്ടബുദ്ധി സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇത് പാവപ്പെട്ടവരായിട്ടുള്ള ഭക്തരായിട്ടുള്ള മറ്റുള്ളവരുടെ ബ്രാഹ്മണരും ഒക്കെ ആയിട്ടുള്ളവർ മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഭക്ഷണം നൽകുന്നത്. അപ്പോൾ അവിടെ അവരുടെ കൂട്ടത്തിലിരുന്ന് കഴിക്കുന്ന ആ കുഞ്ഞിനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഇവനായിരിക്കും ഈ കുട്ടിക്ക് വരനായിട്ട് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ദൃഷ്ടബുദ്ധിക്ക് വല്ലാതെ അങ്ങോട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. അപ്പോൾ അങ്ങ് എന്താണ് ഈ പറയുന്നത്? എൻ്റെ കുട്ടി ഇത്ര രാജകീയമായിട്ട് ജീവിക്കുന്നു, ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട ഒരുവനാണോ എൻ്റെ മകൾക്ക് വരാൻ? അങ്ങക്ക് തെറ്റു പറ്റിയതായിരിക്കും എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും. അദ്ദേഹം പറയും, ഇല്ല, എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. എൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ ഇപ്പോൾ തോന്നിപ്പിച്ചത് ഇതാണ്, ഈ കുട്ടിയെയാണ് ഭഗവാൻ എനിക്ക് വരനായിട്ട് കാണിച്ചു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദൃഷ്ടബുദ്ധിക്ക് ഈ കുട്ടിയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ ദൃഷ്ടബുദ്ധിക്ക് മനസ്സിലാവും ഇത് അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ മകനാണ് എന്ന്. അപ്പോൾ ഇവനെ തിരിച്ചറിയും അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകളുടെ ജീവിതം എന്താവും, അല്ലെങ്കിൽ തൻ്റെ ഈ സൗഭാഗ്യങ്ങളെല്ലാം അവന് സ്വന്തമാവില്ലേ എന്നുള്ള ഒരു തോന്നൽ, ആ എൻ്റെ എന്നുള്ള ഒരു വിചാരം തീവ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജോലിക്കാരെ വിളിച്ചിട്ട് പറയും, ഇവനെ ആരും അറിയാതെ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവനെ തീർത്ത് കളയണം എന്ന് പറയും. അപ്പോൾ ഇവനെ കാണുന്നവർക്കെല്ലാം ഈ കുഞ്ഞിനെ അത്രയേറെ ഇഷ്ടമാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യമാണ് ഈ കുട്ടിയെ കാണുന്നവർക്കെല്ലാം ഈ കുഞ്ഞിനോട് തോന്നുന്നത്. അപ്പോൾ പറയും, ഇവനെ കൊന്നു കളയണം, എനിക്കൊന്നും അറിയണ്ട, പക്ഷെ ഇവനെ കൊന്നു കളഞ്ഞിട്ട് ഇവനെ കൊന്നു എന്നതിന് തെളിവായിട്ട് എനിക്കിവൻ്റെ എന്തെങ്കിലും ഒരു അവയവം കൊണ്ട് കാണിച്ചു തരികയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പറയും. ഈ ജോലിക്കാർക്കെല്ലാം ഭയങ്കര സങ്കടമാവും. പക്ഷെ എന്നാലും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരുപാട് ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ കാട്ടിലേക്ക് പോയിട്ട് കാട്ടിലെത്തുന്ന സമയത്ത് ഈ ദൃഷ്ടബുദ്ധിയുടെ ജോലിക്കാർ പരസ്പരം പറയുകയാണ്, ഈ കുഞ്ഞിനെ ഒരുപാട് പേരെ അയാൾക്ക് വേണ്ടിയിട്ട് കൊന്നിട്ടുണ്ട് ഇതിനോടകം. അന്നൊന്നും ഞങ്ങളുടെ മനസ്സിൽ ഇത്രയേറെ സങ്കടം വന്നില്ല, പക്ഷേ ഈ കുട്ടിയെ കൊല്ലാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് അതിലൊരാൾ പറയുകയാണ്. എനിക്ക് ഈ കുഞ്ഞിനെ കൊല്ലാൻ തോന്നുന്നില്ല, ഇവനെ നമുക്ക് ഈ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകാം,
കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവൻ തിരിച്ചൊന്നും എത്താൻ പോകുന്നില്ല. അപ്പം ഇവനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ മറ്റൊരു ജോലിക്കാരിയെ ഓർമ്മപ്പെടുത്തും, ഇവനെ കൊന്നിട്ട് ഇവൻ്റെ അവയവം കൊണ്ടുവരാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, പിന്നെ എങ്ങനെ എന്ത് ചെയ്യും എന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഈ കുട്ടിയുടെ കാലിൽ 6 വിരലുകളുണ്ട്. ഒരു കാലിൽ 6 വിരലുണ്ട്. അപ്പോൾ ആ വിരൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാം, ഇവനെ നമുക്ക് കൊല്ലണ്ട, ഇവിടെ വിട്ടേക്കാം, എനിക്ക് അവനെ കൊല്ലാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പരസ്പരം പറഞ്ഞിട്ട് അവർ ആ കുഞ്ഞിൻ്റെ കാൽ വിരൽ, അപ്പോൾ ഈ കുട്ടി സദാസമയവും ഭഗവാന്റെ നാമമാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രവർത്തനം പോലെ അവൻ്റെ നാവിൽ എപ്പോഴും ഭഗവാന്റെ നാമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ കുഞ്ഞ്. അപ്പോൾ ഇവരിത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒന്നും അത്രയേറെ അതിൻ്റെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ തീവ്രതയൊന്നും അവനറിയാത്തത് കൊണ്ട് തന്നെ ഇവൻ്റെ വിരൽ മുറിച്ചെടുക്കുകയാണ്. ആ മുറിച്ചെടുക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് വേദന സഹിക്കാൻ വയ്യാതെ അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, ഉറക്കെ കരയുകയാണ് അവിടെ നിന്നുകൊണ്ട്. കരയുമ്പോൾ ഇവൻ അപ്പോഴും ആ കരച്ചിലും പോലും ഈ കുഞ്ഞ് ഭഗവാനെ വിളിച്ചിട്ട് കരയാണ്, ഭഗവാന്റെ നാമം വിളിച്ച് കരയാണ്. അപ്പോൾ എവിടെ നിന്നോ ഒരു മാൻ, എന്നിട്ട് ഇവരവിടെ നിന്ന് പോവും, ആ കുഞ്ഞിൻ്റെ വിരലും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ കാലിൽ നിന്ന് ഇങ്ങനെ തുടാന്ന് ചോര വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവനവിടെ വേദന കൊണ്ട് അവിടെയെല്ലാം മൂടി നടക്കും. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കുഞ്ഞിനെ സാന്ത്വനിപ്പിക്കാൻ എന്ന വിധത്തിൽ ഒരു മാൻപേട വന്ന് അവൻ്റെ ആ മുറിഞ്ഞ ഭാഗത്ത് നക്കി തുടച്ച് കൊടുക്കും എന്നാണ് പറഞ്ഞത്, അവനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. കിളികളെല്ലാം കൂട്ടം കൂടി നിന്ന് അവനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായ രീതിയിൽ പാട്ടുകൾ പാടിക്കൊടുത്തു. അത്രയേറെ ആ സ്നേഹത്തോടുകൂടി മൃഗങ്ങൾ അവന് ചുറ്റും കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ അവൻ വീണ്ടും വീണ്ടും ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും അവനെ ആ മൃഗങ്ങളും കിളികളും എല്ലാം അവനെ സാന്ത്വനിപ്പിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ അവന് അത് മറക്കത്തക്ക രീതിയിൽ ആ ഒരു ആശ്വാസം നൽകിയപ്പോൾ അവന് പിന്നെയും വീണ്ടും വീണ്ടും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ആ കാട്ടിലേക്ക് ചന്ദൻപൂർ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവ് എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മക്കളൊന്നുമില്ലാതെ അത്രയേറെ വിഷമത്തിൽ സങ്കടത്തിലിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാട്ടിലെത്തുമ്പോൾ ഇവിടെ ഈ മൃഗങ്ങളെല്ലാം കൂടി നിൽക്കുന്നതും അതിൻ്റെ നടുക്കൊരു കുഞ്ഞിനെയും ഒക്കെ കണ്ട് അദ്ദേഹം ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ മനസ്സിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പത്നിക്കുമെല്ലാം എപ്പോഴുമുള്ള ഒരു സങ്കടമാണ്, അദ്ദേഹത്തിന് ഒരു അനന്തരാവകാശിയില്ല എന്നത് അത്രയേറെ വിഷമമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അദ്ദേഹം അത്രയേറെ വാത്സല്യത്തോടു കൂടിയിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ വേദന കൊണ്ട് അവനിങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഭഗവാന്റെ നാമം പറയും. അപ്പം നീ എവിടെ നിന്നാണ്, ആരുടെ മകനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടി ഒന്നും ആദ്യം നിശബ്ദമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം ആശ്വസിപ്പിക്കും ആദ്യം. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കും, നിന്റെ അച്ഛൻ്റെ പേരെന്താണ്, അമ്മയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ അച്ഛനും അമ്മയും എനിക്കെല്ലാവരുമായിട്ട് എൻ്റെ ഭഗവാൻ മാത്രമാണ് ഉള്ളത്, ഹരിയാണ് എൻ്റെ ഹരി മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറയും. ഭഗവാൻ ഹരിയാണ് എൻ്റെ എല്ലാം എന്ന് പറയും, എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയും. അപ്പം ഭഗവാനാണ് എനിക്കെല്ലാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വിചാരിക്കും, എനിക്ക് ഭഗവാൻ തന്നെയാണ് ഈ കുഞ്ഞിനെ തന്നത്, എനിക്ക് ഭഗവാനാണ് ഇവൻ്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അത്രയേറെ സന്തോഷം ആ രാജ്ഞിക്കും തോന്നുകയാണ്. അപ്പോൾ ചന്ദൽപൂരിലെ രാജാവ് അങ്ങനെ ഈ കുട്ടിയെ എടുത്ത് എല്ലാവരും അറിയെ തന്നെ അത് തൻ്റെ മകനായിട്ട് പ്രഖ്യാപിച്ച് ആ രാജ്യത്ത് തൻ്റെ അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിച്ച് അങ്ങനെ വളർത്തുകയാണ്. അത്രയേറെ സന്തോഷത്തോടെ അവനെ അവിടെ വളർത്തും. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുള്ള പ്രധാന ആചാര്യന്മാരും ഗുരുക്കന്മാരും എല്ലാം ചേർന്ന് ചന്ദ്രനെ പോലെ, ചന്ദ്രൻ അമൃത് വർഷിക്കുന്നത് എങ്ങനെയാണോ അത്രയേറെ ശോഭയോടുകൂടിയ ആ കുട്ടിക്ക് ചന്ദ്രഹാസൻ എന്ന് പേരുമിടും അദ്ദേഹം. അപ്പോൾ അങ്ങനെ പേരിടുകയാണ്. അപ്പോൾ
ഈ കുഞ്ഞ് വരുന്നതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ രാജ്യം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ പോയിരുന്ന സമയത്ത് ഇദ്ദേഹം കുറേ കാശ് ഈ കുന്തൽപൂർ രാജാവിൻ്റെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ ഇത് എല്ലാം അദ്ദേഹം ഈ കുട്ടിയെ കിട്ടിയതിന് ശേഷം അപ്പോൾ അത് അദ്ദേഹം അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ കാശൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രഹാസൻ എത്തിയതോടു കൂടിയിട്ട് കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം മാറിമറിയും. പിന്നീട് അവിടെ ഐശ്വര്യം അങ്ങനെ നിറഞ്ഞാടുകയാണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ സന്തോഷത്തിൽ തന്നെ ആ രാജാവും എല്ലാം മറന്നുപോകും. കാലങ്ങൾ കഴിഞ്ഞ് അവനൊരു കൊച്ചു ആയ സമയത്ത് ഇവൻ ആ രാജ്യഭരണമൊക്കെ ഏറ്റെടുത്തിട്ട് അച്ഛനെ സഹായിക്കുക എന്ന രീതിയിൽ രാജ്യഭരണമൊക്കെ ഏറ്റെടുത്തിട്ട് ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക. അപ്പോൾ ഓരോ യുദ്ധത്തിന് ഈ ചന്ദ്രഹാസ് ഇറങ്ങുന്ന സമയത്തും അവൻ ഭഗവാന്റെ നാമം ഉച്ചരിച്ചിട്ടാണ് ഓരോ അമ്പെടുത്ത് ചെയ്യുമ്പോഴും അവൻ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. തൻ്റെ കടമ നിർവഹിക്കുന്നു എന്ന രീതിയിൽ. പക്ഷേ എല്ലാം ഈശ്വര സമർപ്പണമായിട്ട് അത്രയേറെ ഭക്തിയോട് കൂടിയിട്ടാണ് ആ കുട്ടി ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇന്ന് ഒരു സുമുഖനായിട്ടുള്ള എന്തിനും പ്രാപ്തിയുള്ള ഒരു യുവാവായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാള് ആ ഒരു വലിയ കുന്തൽപൂറിൽ നിന്ന് വാങ്ങിയ ആ പണത്തിൻ്റെ കാര്യമെല്ലാം അദ്ദേഹം മറന്നേ പോയിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഇവിടത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് അടയ്ക്കാത്തത്, അല്ലെങ്കിൽ ഇത് ഇപ്പോഴും ഇനി അടയ്ക്കുന്നില്ലേ, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് കുന്തൽപൂറിലെ രാജാവ് ദൃഷ്ടബുദ്ധിയെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. അപ്പോൾ കാരണം പലരിൽ നിന്നും അറിയുന്നുണ്ട് ഈ രാജ്യം അങ്ങനെ അത്രയേറെ ശോഭിച്ച് അത്രയേറെ ഐശ്വര്യപൂർണമായി തീർന്നിരിക്കുന്നു എന്ന് അറിയുന്നുണ്ട് ഈ കുന്തൽപൂറിലെ രാജാവ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ പണം തിരിച്ചടയ്ക്കാത്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൃഷ്ടബുദ്ധിയെ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് അയക്കുന്ന സമയത്താണ് ഇതിനോടകം തന്നെ ചന്ദ്രഹാസ് ഒരുപാട് രാജ്യങ്ങൾ തന്നെ അദ്ദേഹം വെട്ടിപ്പിടിച്ചിരുന്നു, നേടിയെടുത്തിരുന്നു. അങ്ങനെ ഇവരുടെ ഐശ്വര്യമെല്ലാം തിരിച്ച് നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൃഷ്ടബുദ്ധി ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ സൗഭാഗ്യങ്ങളും ഇവിടുത്തെ അഭിവൃദ്ധിയുമെല്ലാം കണ്ട അത്ഭുതത്തോടുകൂടി നോക്കി എങ്ങനെ ഇതെല്ലാം സാധിച്ചെടുത്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ രാജാവ്, ചന്ദൻപൂറിലെ രാജാവ്, അദ്ദേഹം പറയും ഇതെൻ്റെ മകനാണ് ചന്ദ്രഹാസ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രഹാസിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇവനാലാണ് ഇതെല്ലാം നേടിയെടുക്കപ്പെട്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലം മക്കളുണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഇതുപോലൊരു മകൻ എപ്പോഴാണ് ഉണ്ടായത്, ഇതാരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ദൃഷ്ടബുദ്ധി ചോദിക്കുമ്പോഴാണ് നടന്ന കഥകളെല്ലാം പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തേക്ക് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ മകനെ ആയിട്ട് സ്വീകരിച്ച വിവരമോ അല്ലെങ്കിൽ ഈ കുട്ടിയെ ദത്തെടുത്ത വിവരമോ അവനെ രാജാവായിട്ട് വാഴിച്ച കാര്യമോ ഒന്നും. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഈ ദൃഷ്ടബുദ്ധി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദൃഷ്ടബുദ്ധി ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇവൻ്റെ കാലിലെ വിരല് ഒന്നില്ല അത് കാണുകയും ഇവനെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് ദൃഷ്ടബുദ്ധിക്ക് മനസ്സിലാവും ഇത് കൊല്ലാനായിട്ട് താൻ ഏൽപ്പിച്ചിരുന്ന അവൻ തന്നെയാണ് ഈ കുട്ടി എന്ന് തിരിച്ചറിയാണ്. ദൃഷ്ടബുദ്ധിക്ക് ആകെ ഇതാവും. അപ്പോൾ ഇവൻ മരിച്ചു, തൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഇത്രയും നാളും സമാധാനത്തോടെ ഇരുന്നത്. അപ്പോൾ വീണ്ടും ഇവനെ കാണുമ്പോൾ ആകെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിൽ ദൃഷ്ടബുദ്ധി അങ്ങനെ അവിടെ കുറച്ച് 2-3 ദിവസം ഇത്രയും നാളുകൾക്ക് ശേഷം ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടിയ സന്തോഷത്തിലും ഇവരുടെ ഈ ഐശ്വര്യത്തിലൊക്കെ എല്ലാം സന്തോഷവും പങ്കിട്ടുകൊണ്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ നിർബന്ധിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ദൃഷ്ടബുദ്ധി ആ കൊട്ടാരത്തിൽ കുറച്ച് 2-3 ദിവസം താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ദുഷ്ടനായിട്ടുള്ള ആ ദൃഷ്ടബുദ്ധി ഈ ചന്ദൻപൂറിലെ രാജാവിനോട് പറയും, അങ്ങയുടെ മേൽ അത്രയേറെ കുപിതനായിട്ടാണ് കുന്ദൻപൂറിലെ രാജാവ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് എത്രയും വേഗം ഇവിടെ നടന്ന കാര്യങ്ങൾ, ഇവിടുത്തെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ള വിവരം ധരിപ്പിച്ചുകൊണ്ട് എനിക്ക് അവിടെ അദ്ദേഹത്തിനെ അറിയിക്കേണ്ടതുണ്ട്. അത്രയേറെ വിശ്വസനീയമായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരാളെ തന്നെ എനിക്ക് അങ്ങോട്ട് അയക്കുകയും വേണം.
അതിന് ഏറ്റവും നല്ലത് ചന്ദ്രഹാസ് തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ അദ്ദേഹം രാജാവിൻ്റെ അടുത്ത്, ചക്രവർത്തിയുടെ അടുത്ത് എത്തേണ്ടത് ചന്ദ്രഹാസ് തന്നെയാണ്. അപ്പോൾ അങ്ങേക്ക് പറ്റുമെങ്കിൽ ഞാൻ നൽകുന്ന ഈ കത്ത് കൊണ്ടുപോയി അവിടെ കൊടുക്കണം. എൻ്റെ മകൻ മദൻ അവിടെ ഉണ്ട്, അപ്പോൾ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, അവൻ ഈ ചക്രവർത്തിയുടെ അടുത്തേക്ക് എത്തിച്ചു തരും, എത്താനായിട്ട് സഹായിക്കുമെന്ന് പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ ഒരു കത്ത് എഴുതിയിട്ട് ഈ ദൃഷ്ടബുദ്ധി ചന്ദ്രഹാസിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ പറയും, ഈ കത്ത് ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല, ഇതെൻ്റെ മദൻ്റെ കയ്യിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ അവൻ നിന്നെ സഹായിക്കും ചക്രവർത്തിയുടെ അടുത്തേക്ക് എത്താനായിട്ട്, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് അവൻ സഹായിക്കുമെന്ന് പറയും. ഈ കത്തിനകത്ത് എഴുതി വെച്ചിരുന്നത്, അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചിട്ട് ഈ ചന്ദ്രഹാസ കത്തുമായിട്ട് പോവുകയാണ് മദൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ആവർത്തിച്ച് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ചന്ദ്രഹാസ് ഇത് തൻ്റെ തലപ്പാവിൽ വെച്ചിട്ട്, ഈ കത്ത് തലപ്പാവിൽ വെച്ച് അങ്ങനെ പോവാണ്. ഇത് എത്രയും വേഗം അവിടെ എത്തിക്കുക എന്ന രീതിയിൽ പോവാണ്. കാരണം തൻ്റെ അച്ഛന് പറ്റിയ ഒരു പിഴവാണ്, അതിന് ഒരു തിരിച്ചു കൊടുക്കാനുള്ള അത് കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ് അദ്ദേഹം. അത് എങ്ങനെയും അവിടെ ബോധിപ്പിച്ച് അതിൽ നിന്ന് മോചിതനാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ചന്ദ്രഹാസ് പോവുകയാണ്. ചന്ദ്രഹാസ് പോകുമ്പോൾ തലപ്പാവിൽ ആ കത്ത് എടുത്തു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കത്തുമായിട്ട് പോകുന്ന വഴിക്ക് കുന്ദൻപൂറിലുള്ള എത്തുന്ന സമയത്ത് അത്രയും ദൂരം യാത്ര ചെയ്ത് ആകെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ അല്പം ഒന്ന് വിശ്രമിച്ചിട്ടാവാമെന്ന് കരുതിയിട്ട് അവിടെ കണ്ട ഒരു തടാകത്തിന് മുൻപിലായിട്ട് ഈ ചന്ദ്രഹാസ് ഒന്ന് കിടക്കും. തൻ്റെ തലപ്പാവ് ഊരി വെച്ചിട്ട് അവിടെ ഒന്ന് കിടക്കുകയാണ്. അപ്പോൾ കിടക്കുന്ന മാത്രയിൽ അത്രയും ദൂരം യാത്ര ചെയ്തതുകൊണ്ട് തന്നെ അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് ഈ ദൃഷ്ടബുദ്ധിയുടെ മകളായിട്ടുള്ള വിഷയവും കൂട്ടുകാരും കൂടി ആ തടാകത്തിനടുത്ത് എത്തുകയും ഈ ചന്ദ്രഹാസ് കിടന്നുറങ്ങുന്നത് കാണുകയും ചെയ്യാണ്. ചന്ദ്രഹാസിൻ്റെ ആ തലപ്പാവിനടുത്തായിട്ട് ഈ കത്ത് താഴെ വീണ് കിടക്കുന്നത് വിഷയ കാണും. അപ്പോൾ ആ കത്ത് വിഷയ എടുക്കുകയാണ്. അപ്പോൾ ഇത് ആരാണ് എന്താണെന്ന് അറിയില്ല. കണ്ടാൽ അത്രയേറെ സുമുഖനായിട്ടുള്ള ഒരു യുവാവ് കിടന്നുറങ്ങുന്നു. അപ്പോൾ അതെന്താണ് ആ പേപ്പറിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വിഷയ ആ കത്തെടുക്കുകയാണ്. ഈ കഥയുടെ ബാക്കി അടുത്ത ഓഡിയോയിലായിട്ട് പറഞ്ഞിടാം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കാത്തിരിക്കുക, അടുത്ത ഓഡിയോയിൽ പറഞ്ഞിടാം. അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഭഗവാന്റെ കരങ്ങൾ എങ്ങനെയാണ് തൻ്റെ ഭക്തരുടെ മേൽ സംരക്ഷണ വലയമായി മാറുന്നത് എന്നറിയാനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ഈ ഓഡിയോ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.